അപ്പോൾ രാജ്യം വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കേന്ദ്ര ബജറ്റ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാം. ബജറ്റിനൊപ്പം ഇടക്കാല സാമ്പത്തിക നയവും മൈക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റും സഭയിൽ വെക്കുന്നതായിരിക്കും. പി ബസന്തും ബി ബാലഗോപാലും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബസന്തിലേക്കാണ്. ബസന്ത്, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബജറ്റ് ദിനമാണ്. അപ്പോൾ എന്തെല്ലാമായിരിക്കും പ്രഖ്യാപനമായിട്ട് മുന്നിലേക്ക് വരിക എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് രാജ്യം. അപ്പോൾ ഓരോ നടപടികൾ, ബജറ്റിനകത്തുള്ള ഓരോ നടപടികൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാമാണ് പ്രതീക്ഷകൾ? പൂജ, അല്പസമയത്തിനകം തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ ബജറ്റ് അംഗീകരിക്കുന്നുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കർത്തവ്യ ഭവനിൽ മറ്റ് മന്ത്രിമാരോടൊപ്പം തന്നെ ഇരുന്ന ശേഷം അവർ മന്ത്രിസഭാ യോഗവും അത് കഴിഞ്ഞ് രാഷ്ട്രപതിയെ കണ്ട ശേഷമായിരിക്കും ബജറ്റ് അവതരണത്തിന് പാർലമെൻറ്റിലെത്തുക. കൂടുതൽ പ്രതീക്ഷകൾ ഈ ബജറ്റിൽ വരുന്നുണ്ട്. അതായത് പ്രധാനമായും അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപം ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 2024 വർഷത്തിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ളൊരു നിക്ഷേപം വലിയ തോതിൽ കുറഞ്ഞ സാഹചര്യത്തിൽ 30%-ലധികമായിരുന്നു നേരിട്ട് സർക്കാർ തന്നെ ഈ അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ തവണ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ സ്കീമിലുള്ളവർക്ക് കൂട്ടിയിട്ടുണ്ട്. അത് 1 ലക്ഷം ആക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ 12 ലക്ഷം രൂപയായിരുന്നു ആദായ നികുതി പരിധി നിശ്ചയിച്ചിരുന്നത്. അത് 15 ലക്ഷമാക്കി ഉയർത്തും എന്നുള്ള ചില ചർച്ചകളൊക്കെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കപ്പിൾ ടാക്സ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഭാര്യയ്ക്കും ഭർത്താവിനും വിവാഹിതരായ ദമ്പതികൾക്ക് ഒറ്റ ടാക്സ് എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുകൂലമായ തരത്തിൽ എന്തെങ്കിലും പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് ഭാര്യയും ഇപ്പോൾ ആദായ നികുതി കണക്കാക്കുന്നത് വ്യക്തികൾക്ക് ആണ്. അതായത് വ്യക്തികളുടെ മേലാണ് നികുതി ചുമത്തുന്നത്. അതിന് പകരം ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ദമ്പതികൾക്ക് ഒറ്റ ടാക്സ് എന്നുള്ള തരത്തിൽ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു കുടുംബത്തിന് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല, നിലവിലുള്ള നികുതി ഘടനയിൽ തന്നെ ചില മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഏതായാലും ഇത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അതായത് ജോയിൻറ്റ് ടാക്സേഷൻ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ട്. അമേരിക്ക, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇത്തരത്തിൽ ജോയിൻറ്റ് ടാക്സേഷൻ ഉള്ളതാണ്. ഈവൻ മക്കളുടെ നികുതി പോലും ചേർത്തുകൊണ്ടുള്ള ഒരു നികുതി കണക്കാക്കൽ സമ്പ്രദായം പലയിടത്തുമുണ്ട്. അത് ഇന്ത്യയിൽ വേണമെന്നുള്ളൊരു ആവശ്യമാണുള്ളത്. ഏതായാലും അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ, അതായത് ദീർഘകാല നേട്ടങ്ങൾക്ക് നികുതി ചുമത്തുന്ന ഒരു നടപടി. അതിൽ ഇപ്പോൾ നിലവിൽ 1.5 ലക്ഷമാണ് പരിധി. അത് 2 ലക്ഷം രൂപയായി ഉയർത്തണം എന്നുള്ളൊരു ആവശ്യം വരുന്നുണ്ട്. അതുപോലെ ഭവന വായ്പകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഇളവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ തോതിലുള്ള ഒരു ചലനമുണ്ടാക്കാൻ അതിന് സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപങ്ങൾക്ക് മേലുള്ള പലിശയും കുറച്ചുകൂടി ആകർഷകമാക്കുന്ന തരത്തിലുള്ള ചില ഇളവുകളൊക്കെ വരും എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളം പോലെ, പശ്ചിമ ബംഗാൾ പോലെ, ആസാം, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു വരുന്ന 2 മാസത്തിനുള്ളിൽ. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി അറിയണം. അപ്പോൾ കേരളത്തിന്റെ കാര്യം പ്രത്യേകം നമുക്ക് സംസാരിക്കാം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരവധി പ്രതീക്ഷകളുണ്ട് അല്ലെ? അതിവേഗ റെയിലും വിഴിഞ്ഞത്തിലും എയിംസിലും ഒക്കെ കേരളത്തിന് പ്രതീക്ഷയുണ്ട്. പ്രത്യേക പാക്കേജ് 21,000 കോടി രൂപയുടെ ആ പാക്കേജ് ഒക്കെ പ്രഖ്യാപിക്കുമോ എന്നുള്ള ആകാംക്ഷയുണ്ട്. ബി ബാലഗോപാൽ ആയിരിക്കും അതിന്റെ വിശദാംശങ്ങൾ നമ്മളോട് നൽകുന്നത്. ബാലു, അപ്പോൾ പ്രതീക്ഷിക്കാൻ പാകത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേക പാക്കേജ്, ഗ്രാന്റ്, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ഇങ്ങനെ പലപ്പോഴും പറയുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ സംസാരിക്കുന്ന എയിംസ് ഇങ്ങ് എത്തിക്കും എന്നുള്ളത്. അപ്പോൾ അത് തന്നെ സജീവമായിട്ട് മുന്നിലേക്ക് നിൽപ്പുണ്ട്. വിഴിഞ്ഞമുണ്ട്, റെയിൽ ഗതാഗതം, അതിവേഗ പാത, അങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ബീഹാറിന് വാരിക്കോരി കൊടുത്ത പോലെ ഒരു തെരഞ്ഞെടുപ്പ് വരികയല്ലേ, കേരളത്തിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. കിട്ടുമോ?
പുതിയ ഈ പൊതു ബഡ്ജറ്റിൽ കഴിഞ്ഞ ഇത് തുടർച്ചയായി നിർമ്മലാ സീതാരാമന്റെ 9ാമത്തെ പൊതു ബഡ്ജറ്റാണ്. ഈ 8 പൊതു ബഡ്ജറ്റുകളിലും ഏറ്റവും പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോ മറ്റോ നടക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക്, അതായത് ബഡ്ജറ്റിന് തൊട്ടും പിന്നാലെ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുന്ന ഒരു പ്രവണത നിർമ്മലാ സീതാരാമന്റെ മുൻ ബഡ്ജറ്റുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്ന 5 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ബഡ്ജറ്റിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. കേരളത്തിനെ സംബന്ധിച്ച ചില സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ആകാംക്ഷ നിലനിൽക്കുകയാണ്. കേരളം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 29 ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ തവണ ഡൽഹിയിലെത്തി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്നൊരു ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ആവശ്യം അംഗീകരിക്കുവാൻ ഉള്ള സാധ്യത കുറവാണ്. കേരളം അതിൽ വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു കാര്യം, ഈ ബഡ്ജറ്റിൽ എത്ര ഗ്രാൻഡായി ലഭിക്കും എന്നതാണ്. കേരളം ആവശ്യപ്പെടുന്നത് 26,499 കോടി രൂപയുടെ ഗ്രാൻഡാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 10,000 കോടിയിൽ താഴെയായിരുന്നു ഗ്രാൻഡായി ലഭിച്ചിരുന്നത്. പക്ഷേ പുതിയ ഈ ധനകാര്യ കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ ഈ ഗ്രാൻഡിന്റെ അളവ് 26,499 കോടി രൂപ വേണമെന്നാണ് കേരളത്തിന്റെ ഒരാവശ്യം അല്ലെങ്കിൽ പ്രതീക്ഷ. അത്രത്തോളം തുക ലഭിച്ചാൽ മാത്രമാണ് സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഈ പല നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം അത്രത്തോളം പണം അതിന് ആവശ്യമായി വരുന്നതാണ്. നേരത്തെ പൂജ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം, അതുപോലെ തന്നെ എയിംസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കേരളം പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തിന്റെ അനുബന്ധ വികസന പദ്ധതികൾക്ക് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. റെയിൽ കണക്ടിവിറ്റി, വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്, സീ ഫുഡ് പാർക്ക്, ലോജിസ്റ്റിക്കൽ ആൻഡ് ഷിപ്പിംഗ് ലാൻഡിംഗ് സെന്റർ എന്നിവയാണ് വിഴിഞ്ഞത്തിന്റെ അനുബന്ധ വികസന പദ്ധതികളായി കേരളം കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഇടനാഴി സംബന്ധിച്ച പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ്. നമുക്കറിയാം, ഈ ബ്രഹ്മോസ് നിർമ്മാണത്തിനായി തിരുവനന്തപുരത്ത് ഈ കാട്ടാക്കടയ്ക്ക് സമീപം ഭൂമി അനുവദിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള വൻ പ്രഖ്യാപനങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശ്രദ്ധ ബംഗാളിലാണ്. ബംഗാളിന് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റെയിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളവും തമിഴ്നാടും ചില പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നുണ്ട്. കേരളത്തിലെ 3ാം ഈ അതിവേഗ പാത ഉൾപ്പെടെ ഉള്ള സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പൊതുവെ വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ നിലവിലുള്ള ചില പാതകളുടെ ഇരട്ടിപ്പിക്കലിന് കൂടുതൽ തുക സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും അല്ലെങ്കിൽ ഈ തുകയും ഈ ബഡ്ജറ്റിൽ വകയിരുത്തുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും 11 മണിക്ക് തുടങ്ങുന്ന ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേരളവും തമിഴ്നാടും ആസാമും ബംഗാളും പുതുച്ചേരിയും തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പി വസന്തം, ബി ബാലഗോപാലമാണ് അപ്പോൾ ബജറ്റ് സംബന്ധിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. 11 മണിക്കായിരിക്കും ബജറ്റ് അവതരണം നടക്കുക. എന്താണ് പ്രത്യേകിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ആദ്യമാണോ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു തർക്കമായി തന്നെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു ബജറ്റ്. എന്തായിരിക്കും കേരളത്തിന് ഇനി വാരിക്കോരി ലഭിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ആകാംക്ഷ. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? കാരണം ബജറ്റുകൾ എപ്പോഴും തന്നെ വലിയ കൗതുകം ഉണർത്തുന്നതാണ്. എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് 11 മണി മുതൽ തന്നെ അറിയാവുന്നതായിരിക്കും.